ഹായ് കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. നല്ല മഴയാണല്ലേ എല്ലാ ഭാഗത്തും. ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. വെയിലത്തൊക്കെ നമ്മൾ ഓടിക്കിതച്ച് നമ്മളെ വീട്ടിലെത്തുമ്പോൾ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കൂലേ, അതുപോലെ നല്ല തകർത്ത് പെയ്യണ മഴത്ത് നമുക്കൊരു സൂപ്പ് കുടിച്ചാലോ. പെട്ടെന്ന് വരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അടിപൊളി, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സൂപ്പാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കൊരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് തന്നെ മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ മാഗി ക്യൂബിൽ ഞാൻ രണ്ടെണ്ണത്തിൽ പൊട്ടിച്ചിട്ടതാ. ഒന്നിലിങ്ങനെ 2 കഷ്ണങ്ങളാണ് ഉണ്ടാവുക. അങ്ങനത്തെ ഞാൻ 3 കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 6 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ആ 6 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഒരു വലിയ ഉള്ളി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കിഴങ്ങാണ്. കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു കിഴങ്ങ് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ കഷ്ണത്തിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അധികം ആവരുത്. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി വെക്കണതിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഈ പച്ചക്കറിക്ക് വേണ്ട അത്ര ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. വെള്ളത്തിലൊന്നും വേണ്ട ഉപ്പ് വേണ്ട. ഒരു പച്ചക്കറിയിൽ ഒരു ലൈറ്റ് ഉപ്പ് വരുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക. ഒട്ടും ഉപ്പ് കൂടരുത് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പിടാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇപ്പോൾ എല്ലാം നല്ല വണ്ണം ആയി. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമ്മൾ അടിച്ചെടുക്കും. അപ്പോൾ മുഴുവനായിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ചിക്കൻ്റെ സ്ക്യൂബ് ഇട്ട ആ വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ആ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തള വരട്ടെ കേട്ടോ. നല്ലവണ്ണം തിളച്ച് മറിയട്ടെ. അപ്പോൾ ഇതിന് നമ്മുടെ കിഴങ്ങും ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കാവും. ഓൾറെഡി കുക്കായിട്ടുണ്ടാവും. അതിലൂടെ ഈ വെള്ളത്തിലൊക്കെ കിടന്ന് നല്ല വണ്ണം തിളച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുക്കായി കിട്ടും. അടിപൊളി സൂപ്പാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. ഇതിൽ ഞാൻ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ക്രീം കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച സ്റ്റോക്കും അതുപോലെ എല്ലാതും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് നല്ല രീതിയിൽ തിളച്ച് വന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഓഫാക്കി വെച്ചിട്ട് പിന്നെ നല്ല തണുത്ത് കഴിഞ്ഞിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അത് ഓഫാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തണുത്ത് വരട്ടെ. ഇപ്പോൾ ഒറ്റയടിക്കന്നെ നല്ല ചൂടിൽ മിക്സിയിലിട്ട് കറക്കരുത് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് പെട്ടെന്ന് തുറന്ന് മേലൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലവണ്ണം നല്ല തണുപ്പായി. ആ സമയത്ത് നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് കറക്കിയിട്ട് വരാം കേട്ടോ. ആ കറക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൻ്റെ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കും ഞാൻ 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയ ബ്രെഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ 4 ബ്രെഡിൻ്റെ പീസുകൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ, ഒട്ടും കരിയൊന്നും ചെയ്യരുത് കേട്ടോ. അതുവരെ ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഓയിൽ ചേർത്താലും മതി. പക്ഷെ ഞാനിവിടെ ബട്ടർ ചേർത്തു എന്നുള്ളൂ. ഏതായാലും കുഴപ്പമില്ല. കുറഞ്ഞ അളവിൽ മതി. എന്നിട്ട് കൈവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നല്ല ഫ്ലെയിമിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് ക്രിസ്പി ആവുന്നത് വരെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ കണ്ടോ,
ഒട്ടും കരിയരുത് കേട്ടോ. കരിയാൻ വേറൊരു ചൊയ വരും ഏതിനും കരിഞ്ഞാൽ. നല്ല ബട്ടറിലൊക്കെ കിടന്ന് നല്ലൊരു സ്മെല്ലും നല്ലൊരു രീതിയിലാക്കിയെടുത്തു. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തതുണ്ടല്ലോ അത് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഇനി ഫ്ലെയിം കത്തിക്കൊന്നും വേണ്ട. ഇതാ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് നമുക്ക് അടിക്കണേൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മൾ ഫ്രഷ് ക്രീം കൊടുത്ത സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൈവിടാതെ ഇളക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഓഫ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഇതാ ഞാനിവിടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതാ ഇനി നമ്മൾ വലിയ പാത്രത്തിലൊന്നും സൂപ്പ് വിളമ്പൂലല്ലോ, ഇതുപോലെ ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ടാണല്ലോ സൂപ്പ് വിളമ്പ്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ട് നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് ഇങ്ങനത്തെ ചൂടുള്ള സൂപ്പ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ. എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കുടിച്ച് നോക്കണം. അപ്പോൾ ഇതാ നല്ല ചൂടുള്ള നമ്മളെ ക്രീമിയായ ഈ സൂപ്പിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ഇതാ ബ്രെഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയ ബ്രെഡും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്രീമിയായ സൂപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മഴയത്ത് ഇങ്ങനെയൊരു സൂപ്പ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലൊരു സൂപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ കമൻറ്റാണ് എന്നെ അടുത്തൊരു വീഡിയോ കൊണ്ടുവരാൻ സഹായിക്കുന്നത്. തീർച്ചയായും ചെയ്യാൻ മറക്കരുതേ.